السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين والصلاة والسلام على أشرف المخلوقين وعلى آله وصحبه الفائزين أما بعد. വിസ്ഡം ഹദീസ് ക്ലാസ് 3220. ഇന്നത്തെ ഹദീസിൽ പരാമർശിക്കുന്നത് മറ്റുള്ളവരുടെ കൈപിടിക്കുന്ന ഭാര്യ ഇതേക്കുറിച്ചാണ്. ബഹുമാനപ്പെട്ട ഇമാം അബൂദാവൂദ് റളിയല്ലാഹു തആല അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ്, അബ്ദുല്ലാഹിബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹുവിൽ നിന്ന് നിവേദനം. അവിടുന്ന് പറഞ്ഞു, ജാഅ റജുലുൻ ഇലൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഒരാൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുക്കിലേക്ക് വന്നു. എന്നിട്ട് ഫഖാല, അദ്ദേഹം പറഞ്ഞു, ഇന്ന ഇംറഅതി ലാ തംനഉ യദ ലാമിസ്, നബിയെ, നിശ്ചയം എൻ്റെ ഭാര്യ, അവൾ ഒരാളുടെ കൈയും തടുക്കുകയില്ല. അവളെ തൊടാൻ ചെന്ന ഒരാളുടെ കൈയും അവൾ തടുക്കില്ല, എല്ലാവരുടെ കൈ പിടിക്കും. ഇങ്ങനൊരു ഭാര്യ എനിക്കുണ്ട് നബിയെ. സങ്കടം കൊണ്ട് പറഞ്ഞതാണ്, പറഞ്ഞിട്ട് അനുസരിക്കുന്നില്ല എന്നർത്ഥം. ആര് ചെന്ന് കൈ പിടിച്ചാലും അവളെ കൈ പിടിക്കും, ആരെയും തടുക്കൂല. അപ്പൊ ഖാല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് മറുപടി പറഞ്ഞു. കാരണം ആ പെണ്ണിന്റെ സ്വഭാവം അദ്ദേഹം പറഞ്ഞിട്ടും അവൾ അതിൽ നിന്ന് പിന്മാറാത്തതും കണ്ടപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, അവർ തമ്മിൽ യോജിക്കില്ലല്ലോ, വരിബഹ, നീ അവളെ ഒഴിവാക്കിയേക്കുന്നു, അവളെ തലാഖ് ഇല്ലേക്ക്. പരസ്പരം തൃപ്തിയില്ലാത്ത രൂപത്തിലാകുമ്പോൾ ബുദ്ധിമുട്ടല്ലേ. കാല, പക്ഷെ അദ്ദേഹം ആ സമയത്ത് പറഞ്ഞു, അഖാഫു അൻ തത്ബഅഹ നഫ്സി, നബിയെ, എൻ്റെ മനസ്സ് അവളെ പിന്തുടരുമെന്ന് ഞാൻ ഭയപ്പെടുന്നു, ഒഴിവാക്കിയാലേ. കാരണം എനിക്കവളെ വലിയ ഇഷ്ടമാണ്. അപ്പോൾ ഒഴിവാക്കിയാലും എൻ്റെ മനസ്സ് എപ്പോഴും അവളുടെ കൂടെ ആയിരിക്കും. പിന്നെ ആ ചിന്ത മാത്രമായിരിക്കും എനിക്കുണ്ടാവുക, ആ പേടി എനിക്കുണ്ട്. എൻ്റെ മനസ്സിൽ നിന്ന് അവൾ പോവില്ല. അപ്പൊ ഖാല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഫസ്തംതിഅ ബിഹ, എന്നാൽ പിന്നെ അവളെ തന്നെ ഭാര്യയായിട്ട് നിലനിർത്തിക്കോ, അവളുമായിട്ടുള്ള സുഖജീവിതം നയിച്ചോ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. അപ്പൊ ഇവിടെ ഈ ഒരു മനുഷ്യന്റെ വേദനയും സങ്കടവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവതരിപ്പിക്കുകയാണ്. അതിന് പരിഹാരമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉദ്ദേശിക്കുന്നത്. വലിയ താല്പര്യവും സ്നേഹവും ഉണ്ടാകുമ്പോൾ പിന്നെ വേർപിരിയരുതല്ലോ. അതില്ലെങ്കിൽ പിന്നെ നിലനിർത്തിയിട്ട് കാര്യമില്ല. അപ്പോൾ നല്ല നിലക്ക് വേണം എല്ലാ കാര്യങ്ങളും ഹാൻഡിൽ ചെയ്യാൻ. അതോടൊപ്പം ഭാര്യയായാലും ഭർത്താവായാലും പങ്കാളിക്ക് വിഷമമുണ്ടാക്കുന്ന രൂപത്തിൽ മറ്റു ബന്ധങ്ങളിലേക്ക് പോവാതിരിക്കുക, അല്ലെങ്കിൽ മറ്റുള്ളവരുമായിട്ട് സംസാരിക്കുന്നതോ മറ്റുള്ളവരായിട്ട് ഇടപഴകുന്നതോ ഒഴിവാക്കലാണ് ഏറ്റവും ഹൈർ. അല്ലാഹു തആല അത്തരത്തിൽ കുടുംബ ബന്ധങ്ങൾ അതിൻ്റെ പവിത്രതയോടുകൂടെ കാത്തു സൂക്ഷിക്കാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.